വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 4 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഓവുലേഷൻ നടക്കുന്ന ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാതെ നിങ്ങൾ പ്രഗ്നൻസി നോക്കരുത്. നിങ്ങൾക്കത് പരിഹരിക്കാതെ പ്രഗ്നന്റ് ആകാനായിട്ടും സാധിക്കില്ല. അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള 4 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് അനോവുലേഷനെ പറ്റിയിട്ടാണ്. അതായത് ഓവുലേഷൻ നടക്കാത്ത അവസ്ഥ. എല്ലാ മാസവും പീരിയഡ്സ് വരുന്നവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് എനിക്ക് എല്ലാ മാസവും ഓവുലേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട്. ഓവുലേഷൻ നടക്കാതായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും. ഓവുലേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുമോ അത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അണ്ടം പൊട്ടിക്കഴിഞ്ഞാലേ പ്രഗ്നൻസി ആവുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ നാളുകളോളം നിങ്ങൾ റീസൺ എന്താണെന്ന് അറിയാതെ പ്രഗ്നൻസി നീണ്ടു പോവുകയും ചെയ്യും. അപ്പോൾ ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ആണ്. ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗിൽ നമ്മൾ പെടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണയായിട്ട് ഒരു സ്ത്രീയുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലർ ആകണമെങ്കിൽ അത് 21 to 35 ആ ഒരു ഡേയ്സിനകത്തായിരിക്കണം നമുക്ക് ബ്ലീഡിംഗ് വരേണ്ടത്. 21-നേക്കാളും കുറവും 35-നേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് മെൻസ്ട്രൽ സൈക്കിളിൽ ലെങ്ത് വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഓവുലേഷന്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും ഉണ്ടോ എന്നാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നത് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ എവറിത്തിങ് ഓക്കെ ആണെന്നുള്ള രീതിക്കാണ് പലരും ചിന്തിച്ചു വെക്കുന്നത്. നമുക്ക് 21-നും 35-നും ഇടയ്ക്ക് മെൻസ്ട്രേഷൻ റെഗുലർ ആകുന്നത് നമ്മുടെ ഓവുലേഷൻ ടൈമും ലൂട്ടേൽ ഫേസും ഒക്കെ ഏകദേശം കൃത്യമായിട്ട് തന്നെ അവിടെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ അണ്ടം പൊട്ടുന്നതിനും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൃത്യമായിട്ട് ഇൻക്രീസ് ആയി എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് ഗ്രോ ആയിട്ട് നമുക്ക് പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനേക്കാളും കുറവോ അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതലോ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ശരീരം ശ്രദ്ധിക്കുക. ഓവുലേഷൻ്റെതായിട്ടുള്ള ഏതെങ്കിലും ഒരു ലക്ഷണം, അതായത് വജൈനൽ ഡിസ്ചാർജ്, അബ്ഡോമൻ ഭാഗത്ത് വേദന, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലെസ് ബ്ലീഡിംഗ് ഉണ്ടാവുക. ചില ആളുകൾക്ക് കൃത്യം ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ബ്ലീഡിംഗ് ഉണ്ടാകും. ചില ആളുകൾക്ക് 2 ദിവസം മാത്രമേ ബ്ലീഡിംഗ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ 2 ദിവസം, ഒരു ദിവസം നമ്മൾ ചുരുങ്ങിയത് ഒരു 3 പാഡെങ്കിലും ചേഞ്ച് ചെയ്യേണ്ട രീതിക്ക് നമുക്ക് ബ്ലീഡിംഗ് വരുന്നില്ലെങ്കിൽ അത് ലെസ് ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. ചില ആളുകൾക്ക് 1.5 ദിവസം മാത്രമേ ബ്ലീഡിംഗ് ഉണ്ടാവുകയുള്ളൂ. ചില ആളുകൾക്ക് അതിനേക്കാളും കുറവായിരിക്കും. അങ്ങനെ ബ്ലീഡിംഗ് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഒരു ഗർഭസ്ഥ ശിശുവിനെ പരിപാലിക്കാനും പാകത്തിനുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിലില്ല, അല്ലെങ്കിൽ നമ്മൾ അനീമിക്കാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുമാനിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ആളുകൾ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരുണ്ട്, അതായത് ബ്ലീഡിംഗ് വളരെയധികം കുറവുള്ള ആളുകൾ. ചിലർക്കൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇപ്പൊ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും പാഡ് ആണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പലരും ബ്ലീഡിംഗ് കുറവായതിനെ അടക്കി പിടിച്ച് നിൽക്കാറുണ്ട്. ബ്ലീഡിംഗ് കുറവായത് നന്നായില്ലേ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ വിചാരിക്കാനായിട്ട് പാടില്ല കേട്ടോ. 2 ദിവസമെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞത് ബ്ലീഡിംഗ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തെങ്കിലും ഒരു ഹോർമോണൽ ഇംബാലൻസസോ അല്ലെങ്കിൽ ബ്ലഡിന്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കുറയുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു ലക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓവർ ബ്ലീഡിംഗ് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. ഓവർ ബ്ലീഡിങ്ങും ഓവർ പെയിനും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻസും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്, ആ ഡേയ്സ് എന്ന് പറയുന്നത് ഒരു 7 days ആയിരിക്കും മാക്സിമം. ഒരു 8th ഡേയിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊരു സ്പോട്ടിംഗ് ഉണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അത് ക്ലിയർ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ അത് ഒരു ദിവസത്തിനേക്കാളും വളരെയധികം കുറവ് ബ്ലീഡിങ്ങും അല്ലെങ്കിൽ 8 ദിവസത്തിനേക്കാളും കൂടുതൽ ബ്ലീഡിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലെ പോസിറ്റീവ് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ. ഓവുലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റാത്ത ആളുകൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. LH ഹോർമോണിന്റെ സർജ് വെച്ചിട്ടാണ് ഓവുലേഷൻ നമുക്ക് ആയോ ഇല്ലയോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് എന്നാണോ എക്സ്പെക്ടഡ് ഓവുലേഷൻ ഡേറ്റ് വരുന്നത് അതിനേക്കാൾ ഒരു 2 ദിവസം മുൻപ് മുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെയിന്റ് ലൈൻ, അതായത് മങ്ങിയ വരെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. എക്സാക്ട് ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾക്ക് ഭയങ്കര ഡാർക്ക് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈറ്റ് ആയിട്ടുള്ള ലൈനും ആയിരിക്കും കിട്ടുന്നത്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് നമുക്ക് ഈസിലി മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും മേടിക്കാവുന്നതാണ്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ ഒരുപാട് സ്ട്രിപ്പ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ട്രിപ്പാണ് കിട്ടുന്നതെങ്കിൽ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ 4 അതിൽ കൂടുതൽ സ്ട്രിപ്പ് നിങ്ങൾക്ക് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് കൃത്യമായിട്ടുള്ള ഒരു ടൈം പീരീഡിൽ മോർണിംഗ് യൂറിൻ അല്ലാതെ ഒരു 12 PM ഒക്കെ യൂറിൻ എടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ തന്നെ 2 ലൈനും വരില്ലേ, അതുപോലെ തന്നെ മെക്കാനിസം ആയിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെയാണോ ലൈൻ വരുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലൈൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ, നിങ്ങൾ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ്.
അതുപോലെ PCOD ഉള്ള ആളുകളുണ്ട്. PCOD ഉള്ള ആളുകൾക്ക് ഓൾവേസ് ഫെയിന്റ് ലൈൻ കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാക്ട് ഒരു ഓവുലേഷൻ ഡേറ്റ് നിങ്ങൾ കണ്ടുപിടിച്ച ഡേറ്റിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോഴും നിങ്ങൾക്ക് മങ്ങിയ വരെ കിട്ടുന്നു. ദെൻ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഉടനെയുള്ള സമയത്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, അപ്പോഴും നിങ്ങൾക്ക് മങ്ങിയ വരെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ PCOD ഉള്ളതിന്റെ ലക്ഷണവുമായിരിക്കും കേട്ടോ. അങ്ങനെ ആവാനായിട്ടും ചാൻസ് ഉണ്ട്. അടുത്തത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഓവുലേഷൻ്റെതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇല്ലാത്ത അവസ്ഥ. ഓവുലേഷൻ പല ആളുകളും ട്രാക്ക് ചെയ്യുന്നത് അവരുടെ സെർവിക്കൽ മ്യൂക്കസ് വെച്ചിട്ടാണ്. ഫോർച്ചുനേറ്റ്ലി സെർവിക്കൽ മ്യൂക്കസ് നമുക്ക് ഓവുലേഷൻ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. എന്നാൽ ചില ആളുകൾക്ക് ഓവുലേഷൻ സമയത്ത് യാതൊരു തരത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ അബ്ഡോമൻ ഭാഗത്ത് വരുന്ന വേദന, അവരുടെ സെക്സ് ഡ്രൈവിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അവരുടെ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അവരുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് ട്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഈ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള രീതിക്കും ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, കാൽക്കുലേഷൻ അല്ല ബോഡി സിംറ്റംസ് വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വരുന്ന ആളുകൾ ഡോക്ടറെ സമീപിക്കുക. ഡോക്ടറെ കണ്ടതിന് ശേഷം ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഓവുലേഷൻ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നടക്കുമോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഗ്രാമ്പൂ വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു മാസം നിങ്ങൾ ഗ്രാമ്പൂ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ ആകുമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുന്നില്ല കേട്ടോ. പക്ഷെ ഒരു 2-3 മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ, വേറൊരു ഹോർമോണൽ ഇംബാലൻസസും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കും. LH ഹോർമോണിന്റെ സർജ് ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു സ്പൈസസ് ആണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. ഈ ഗ്രാമ്പൂ വെള്ളം ഒരു 3-4 ഗ്രാമ്പൂ എടുത്തിട്ട് നമ്മൾ തലേ ദിവസം കുതിർത്താനായിട്ട് വെക്കുക. ദെൻ പിറ്റേ ദിവസം നല്ലതുപോലെ ബോയിൽ ചെയ്തിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നത് സ്റ്റൊമക്കിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സഹായിക്കും. ഓവുലേഷൻ നടക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഓവുലേഷൻ ദിവസം വരെ മാത്രമേ നിങ്ങൾ ഗ്രാമ്പൂ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഗ്രാമ്പൂ കുറച്ച് ഹീറ്റ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു വാം ആയിട്ടുള്ള ഒരു സ്പൈസസ് ആണ്. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മുടെ ശരീരത്തിന് ആ ഒരു വാമിംഗ് എഫക്റ്റ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം യാതൊരു കാരണവശാലും ഗ്രാമ്പൂ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഈ മെത്തേഡ് നിങ്ങൾ ഒരു 3 മന്ത്സ് എങ്കിലും ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഓവുലേഷൻ ട്രാക്ക് ചെയ്യാനോ മറ്റൊരു തരത്തിലുള്ള ലക്ഷണങ്ങളോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കാം. ഒരുപാട് പേർ പുറത്തുള്ളവരുണ്ട്, ഡോക്ടറെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഗ്രാമ്പൂ വെള്ളം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അതല്ലാത്ത ആളുകൾക്ക്, ഇമ്മീഡിയറ്റ്ലി ഡോക്ടറെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണാവുന്നതാണ് കേട്ടോ. ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അണ്ടം വളരുന്നുണ്ടോ, എൻഡോമെട്രിയൽ ലൈനിങ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് അനോവുലേഷന്റെ ലക്ഷണങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് അനോവുലേഷൻ ഉണ്ടോ എന്ന് എളുപ്പത്തിൽ മറ്റൊരു കാര്യത്തിലൂടെ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക, ഭയങ്കര എന്താ പറയുക തിക്കായിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവുക, ഇതൊക്കെ വെച്ചിട്ട് ഓവുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.